സുവർണ കഥകളിലേക്ക് സ്വാഗതം. പുറത്തു ഒരു വണ്ടി വന്നു നിൽക്കുന്ന ശബ്ദം കേട്ടപ്പോൾ ഞാൻ എൻ്റെ സഹായിയായ രാമചന്ദ്രനോട് പറഞ്ഞു, അവരാണെന്ന് തോന്നുന്നു, പോയി നോക്ക്. പക്ഷേ രാമചന്ദ്രൻ പോയി നോക്കേണ്ടി വന്നില്ല. അതിനു മുൻപായി തന്നെ തുറന്നു കിടക്കുന്ന വാതിലിലൂടെ അകത്തേക്ക് ഓടി വന്ന് എൻ്റെ അരികത്തിരുന്ന് ശോഷിച്ച എൻ്റെ കൈ പിടിച്ചുകൊണ്ട് അവർ ചോദിച്ചു, ഞാൻ വൈകിയിട്ടില്ലല്ലോ? ക്ലോക്കിലേക്ക് നോക്കിക്കൊണ്ട് ഞാൻ പറഞ്ഞു, ഇല്ല, കൃത്യം 3 മണി. നിങ്ങൾ പറഞ്ഞ സമയത്തു തന്നെ എത്തിയിരിക്കുന്നു. ഞങ്ങൾ രണ്ടുപേരും ചിരിച്ചു. അവർ അപ്പോൾ പറയാൻ തുടങ്ങി, നിങ്ങളുടെ കൃത്യനിഷ്ഠയെക്കുറിച്ച്, പ്രത്യേകിച്ചും സമയത്തിൻ്റെ, ഞാൻ ധാരാളം കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ പുറപ്പെട്ടു. ഡ്രൈവിംഗ് എനിക്ക് വളരെ ഇഷ്ടമാണ്. പക്ഷേ ഒരിക്കലും ഓവർ സ്പീഡിൽ ഓടിക്കില്ല. എപ്പോഴും വളരെ കോൺഷ്യസ് ആയിരിക്കും. അതുകൊണ്ട് ഇതുവരെ ഒരു ആക്സിഡന്റിലും പെട്ടിട്ടില്ല. എങ്കിലും ഇന്നു ഞാൻ വീട്ടിലെ പഴയ ഡ്രൈവറെയും കൂട്ടിയിട്ടുണ്ട്. അവർ നിർത്താതെ സംസാരിച്ചുകൊണ്ടേയിരുന്നു. ആദ്യമൊക്കെ വളരെ ശ്രദ്ധാപൂർവം ഞാൻ എല്ലാം കേട്ടിരുന്നു. പക്ഷേ പിന്നീട് എപ്പോഴോ എൻ്റെ ശ്രദ്ധ ചിതറിപ്പോയി. ഞാൻ ഓർക്കുകയായിരുന്നു, ഇവളെ ഞാൻ ആദ്യമായി കണ്ടിട്ട് ഒരു 3 മാസമേ ആയിട്ടുള്ളൂ. സംസാരിക്കുന്നതാകട്ടെ ഇപ്പോഴും. എന്നിട്ടും ദീർഘകാലത്തെ പരിചയമുള്ളതുപോലെ ഈ പെൺകുട്ടി ഒരു ഇൻഹിബിഷനുമില്ലാതെ. ഞാൻ തിരുവനന്തപുരം എയർപോർട്ടിൽ കണ്ണൂരിലേക്ക് പോകേണ്ട യാത്രക്കാരുടെ ക്യൂവിൽ നിൽക്കുന്നു. എൻ്റെ കൂടെ രാമചന്ദ്രനുമുണ്ട്. ഞങ്ങളുടെ ക്യൂവിന് അടുത്തായി തന്നെയായിരുന്നു ബംഗളൂരുവിലേക്ക് പോകേണ്ട യാത്രക്കാരുടെ ക്യൂവും. പതിവ് പോലെ എയർപോർട്ടിലും റെയിൽവേ സ്റ്റേഷനിലും സിനിമാ തിയേറ്ററിലുമൊക്കെ ചെന്നാൽ ചെയ്യുന്നത് പോലെ അന്നും എൻ്റെ ചുറ്റുമുള്ളവരെയും അവരുടെ ചേഷ്ടകളെയുമൊക്കെ ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. അപ്പോഴാണ് കറുത്ത സാറ്റിൻ്റെ ഗൗൺ ധരിച്ച ഈ പെൺകുട്ടിയുടെ മേൽ എൻ്റെ ദൃഷ്ടി പതിഞ്ഞത്. അവരും എന്നെ തന്നെ നോക്കുകയായിരുന്നു. ഞാനും അവരെ നോക്കുകയാണെന്നു കണ്ടപ്പോൾ അവർ വളരെ ഹൃദ്യമായി പുഞ്ചിരിച്ചു. എന്നിട്ട് അരികിൽ തന്നെ ഉണ്ടായിരുന്ന ഭർത്താവിനോടും 9-10 വയസ്സ് വരുന്ന മകനോടും എന്നെ ചൂണ്ടിക്കാട്ടി എന്തോ പറയുകയും ചെയ്തു. പിന്നീടും പലതവണ എൻ്റെ കണ്ണുകൾ അവരുടെ മേൽ പതിഞ്ഞു. എനിക്ക് നോക്കാതിരിക്കാൻ കഴിഞ്ഞില്ല എന്നു പറയുന്നതായിരിക്കും കൂടുതൽ ശരി. അപ്പോഴൊക്കെയും അവർ എന്നെ നോക്കുന്നതും കണ്ടു. ഏറെ ഹൃദ്യമായ പുഞ്ചിരിയോടുകൂടി തന്നെ. ബംഗളൂരു ഫ്ലൈറ്റാണ് ആദ്യം അനൗൺസ് ചെയ്തത്. എന്നെ കടന്നുപോയപ്പോൾ അവർ പതുക്കെ എന്നെ ഒന്ന് തട്ടുകയും പുഞ്ചിരിച്ചുകൊണ്ട് കൈ ഉയർത്തി കാട്ടുകയും ചെയ്തു. ഇതിനുശേഷം ഏതാണ്ട് 3 മാസമായെന്നു പറഞ്ഞല്ലോ. ഒരാഴ്ച മുൻപേ അവരിൽ നിന്ന് എനിക്ക് ഒരെഴുത്ത് കിട്ടി. എഴുത്ത് ഇങ്ങനെയായിരുന്നു: തിരുവനന്തപുരം എയർപോർട്ടിൽ നിന്നുള്ള എൻ്റെ പെരുമാറ്റം. ഇപ്പോഴത്തെ ഈ കത്ത്. തീർത്തും അപരിചിതനായ ഒരാളോട് ഇങ്ങനെയൊക്കെ. ഇവൾക്കെന്താ മാനസികമായ എന്തെങ്കിലും? ഇല്ല, മാനസികമായ ഒരു തകരാറുമില്ല. പിന്നെ നിങ്ങൾ എനിക്ക് അപരിചിതനല്ല താനും. വായിക്കാൻ തുടങ്ങിയ കാലം മുതൽക്കേ നിങ്ങളെ ഞാൻ അറിയുന്നുണ്ട്, സ്നേഹിക്കുന്നുമുണ്ട്. നിങ്ങളുടെ ആദ്യകാല കഥകൾ മുതൽ ഏതാനും മാസങ്ങൾക്കു മുൻപ് എഴുതിയവ വരെ വായിച്ചിട്ടുണ്ട്. ചില കഥകളൊക്കെ ഹൃദ്യസ്ഥവുമാണ്. ചില കഥകൾ വായിച്ചപ്പോൾ എന്നെക്കുറിച്ച് എഴുതിയതാണോ ഇതിലെ പെൺകുട്ടി ഞാനാണോ എന്നൊക്കെ തോന്നിയിട്ടുമുണ്ട്. ചിരിക്കരുത്, ഞാൻ സത്യമാണ് പറയുന്നത്. അച്ഛൻ വലിയ വായനക്കാരനായിരുന്നു. പിന്നെ വലിയ വൃക്ഷസ്നേഹിയും. വൃക്ഷങ്ങൾ എന്നു പറഞ്ഞാൽ എല്ലാ സസ്യജാലവും. അച്ഛന് വളരെ വലിയൊരു ലൈബ്രറി ഉണ്ടായിരുന്നു. അതിൽ സംസ്കൃതത്തിലെ പഴയ നാടകങ്ങൾക്കും കാവ്യങ്ങൾക്കും പുറമേ ഇംഗ്ലീഷിലെയും മലയാളത്തിലെയും പഴയതും പുതിയതുമായ എല്ലാ മികച്ച പുസ്തകങ്ങളും ഉണ്ടായിരുന്നു. ഇതായിരുന്നു വായനയുടെ എൻ്റെ ആദ്യത്തെ കളരി. ഈ കളരിയിൽ പയറ്റി തെളിഞ്ഞ എനിക്കു പിന്നെ നിങ്ങൾ എങ്ങനെ അന്യനാകും, അപരിചിതനാകും? ഒരിക്കൽ നിങ്ങൾ എൻ്റെ കോളേജിൽ വന്നിരുന്നു, വാർഷികാഘോഷത്തിൽ മുഖ്യ അതിഥിയായിട്ട്. അന്നു ഞാൻ അനുഭവിച്ച സന്തോഷം! മുൻവരിയിൽ തന്നെ ഇരുന്നിരുന്ന ഞാൻ നിങ്ങളുടെ ഓരോ വാക്കും മഴവെള്ളത്തിനു വേണ്ടി ദാഹിച്ചു കേഴുന്ന വേഴാമ്പൽ പക്ഷിയെപ്പോലെ ഉൾക്കൊണ്ടു. പ്രസംഗത്തിനു ശേഷം കുട്ടികൾ നിങ്ങളെ വന്നു പൊതിഞ്ഞപ്പോൾ, പ്രത്യേകിച്ചും പെൺകുട്ടികൾ, അവരുടെ ഓട്ടോഗ്രാഫ് പുസ്തകങ്ങളിൽ നിങ്ങളുടെ ഒപ്പ് വാങ്ങിയപ്പോൾ, അപ്പോഴൊക്കെ ഞാൻ ദൂരെ മാറി നിൽക്കുകയായിരുന്നു. എനിക്ക് ഭയമായിരുന്നു. എങ്ങനെയാണ്? ഒരിക്കൽ അവർ എൻ്റെ കൈ അമർത്തിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, എന്നോട് സംസാരിക്കുമ്പോൾ നിങ്ങൾ എന്ന് വിളിക്കരുത്.
അത് വളരെ ഫോമലാണ്. ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ് അറ്റ് ഓൾ. ഐ വാണ്ട് ടു ബി ഇൻഫോർമൽ, തറലി ഇൻഫോർമൽ ഓൾവേസ്. അല്പനേരം അവരെ തറപ്പിച്ചു നോക്കിയതിനു ശേഷം ഞാൻ പറഞ്ഞു, ശരി, ഇനി അങ്ങനെ വിളിക്കുന്നില്ല. എങ്ങനെയാണ് വിളിക്കേണ്ടതെന്നുകൂടി പറഞ്ഞു തരണം. എടി എന്നായാലോ? എടി പൊടി എന്നൊക്കെ. ചിലപ്പോൾ ദേഷ്യം വന്നാൽ ഞാൻ 2 അടി വച്ചു തന്നുവെന്ന് വരും. അതും ഇഷ്ടമാകുമോ? തീർച്ചയായും. വളരെ ഗൗരവത്തിലാണ് അവർ പറഞ്ഞത്. ഞാൻ പിന്നീട് പറഞ്ഞു, ഭയത്തെക്കുറിച്ചു പറഞ്ഞല്ലോ. എൻ്റെ അടുക്കൽ വരാനും സംസാരിക്കാനുമൊക്കെ ഭയമായിരുന്നുവെന്ന്. പക്ഷേ ആ ഭയമൊന്നും അന്നു തിരുവനന്തപുരം എയർപോർട്ടിൽ കണ്ടില്ലല്ലോ. പുഞ്ചിരിക്കുക മാത്രമല്ല, പോകുമ്പോൾ എൻ്റെ പുറത്ത് പതുക്കെയൊന്ന് തട്ടുകയും ചെയ്തു. പിന്നീട് എൻ്റെ അഡ്രസ് തേടിപ്പിടിച്ച് എനിക്ക് കത്തെഴുതി, ഒരു ചിരകാല സുഹൃത്തിനെ പോലെ. പിന്നീടിതാ ഇപ്പോൾ ഒറ്റയ്ക്ക് താമസിക്കുന്ന എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ അടുക്കലിരിക്കുന്നു. എൻ്റെ കൈ പിടിച്ച് അമർത്തുന്നു. എന്നെ നീ എന്നേ വിളിക്കാൻ പാടുള്ളൂ. താൻ വളരെ ഇൻഫോർമലാണ്. ദേഷ്യം വന്നാൽ തന്നെ അടിച്ചോളൂ. അതൊക്കെ എനിക്ക് സന്തോഷമുള്ള വാക്കുകളാണ് എന്നൊക്കെ പറയുന്നു. എനിക്ക് മനസ്സിലാകുന്നതേയില്ല. അവരുടെ ഉത്തരം വളരെ പെട്ടെന്നായിരുന്നു. ധൃതി പിടിക്കാതെ, പതുക്കെ പതുക്കെ എല്ലാം മനസ്സിലായിക്കൊള്ളും. പിന്നെ അന്ന് ആദ്യമായി കോളേജിൽ വച്ച് കാണുമ്പോൾ ഞാനൊരു ചെറിയ പെൺകുട്ടിയായിരുന്നില്ലേ? ഇപ്പോഴാണെങ്കിൽ ഒരു ഭർത്തൃമതിയാണ്. പിന്നെ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ അമ്മയും. പോരെ, സംശയം തീർന്നില്ലേ? അവർ നിർത്തി. ഞാനും ഒന്നും പറഞ്ഞില്ല. രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കിയിരിക്കുക മാത്രം ചെയ്തു. വെളിയിൽ കാലവർഷത്തിന്റെ വിളംബരങ്ങൾ കേൾക്കാൻ തുടങ്ങി. വലിയ ശക്തിയിലൊന്നുമായിരുന്നില്ല. ഇരുണ്ടുകിടക്കുന്ന ആകാശത്തെ കീറി മുറിച്ചുകൊണ്ട് നേരിയ മിന്നൽ പിണരുകളും പാഞ്ഞുപോയി. പൊടുന്നനെ ഒരു തണുപ്പ് എങ്ങും വ്യാപിച്ചു. ഞാൻ പറഞ്ഞു, മഴയുടെ പുറപ്പാടാണ്. ഭാവം കാണുമ്പോൾ തിമിർത്തു പെയ്യാനാണു സാധ്യത. ഇനിയും ഏറെ ദൂരം പോകാനുള്ളതല്ലേ? വഴി ദുർഘടമാണു താനും. വൈകിക്കേണ്ട, പുറപ്പെട്ടോളൂ. അവർ ഒന്നും പറയാതെ ജനലരികിൽ ചെന്ന് വെളിയിലേക്ക് നോക്കി നിന്നു. എന്നിട്ട് തന്നോടെന്ന പോലെ, പറയുവാൻ കരുതിയ കാര്യമൊന്നും പറഞ്ഞില്ല. പറന്നു പോകുന്നു ശീഘ്രം ദിനമോരോന്നും. M.R. നായരുടേതാണെന്നാ തോന്നുന്നത്. തിട്ടമായി പറയാൻ കഴിയില്ല. അല്ലെങ്കിൽ കവിതയ്ക്കല്ലേ പ്രാധാന്യം, കവിക്കല്ലല്ലോ. ഏതോ ഒരു വിവേകശാലി പണ്ട് പറഞ്ഞിട്ടില്ലേ, റോസാപുഷ്പത്തെ എന്തു പേരു ചൊല്ലി വിളിച്ചാലും അതിൻ്റെ വാസനയ്ക്കു വ്യത്യാസം വരില്ലല്ലോ. അവർ പെട്ടെന്നു സംസാരം നിർത്തി. ജനലരികിൽ ചെന്ന് വെളിയിലേക്ക് നോക്കി. അവരുടെ മുഖത്ത് ഒരു നേരിയ പുഞ്ചിരിയുണ്ടായിരുന്നു. പൊടുന്നനെ അവർ ഒരു കൈ ജനലഴിയിൽ മുറുകെ പിടിച്ച് മറ്റേ കൈ ആവുന്നത്ര വെളിയിലേക്കു നീട്ടി നിന്നു. അപ്പോൾ അവരുടെ മുഖത്ത് പുഞ്ചിരിയുണ്ടായിരുന്നില്ല. അതിവിശുദ്ധമായ ഒരു മന്ത്രം ഉരുവിടുന്നതുപോലെ അവർ വളരെ പതുക്കെ ചൊല്ലുന്നുണ്ടായിരുന്നു. The passionate clouds of August burst into a heavy rain, but alas, empty is my home. പഴയ ഒരു വൈഷ്ണവ ഗാനമാണ്. ടാഗോർ ഇത് തൻ്റെ പുസ്തകത്തിൽ എടുത്തു ചേർത്തു. ഞാനിത് എനിക്ക് മാത്രം കേൾക്കത്തക്കവണ്ണം മൂളാറുണ്ട്. അല്പനേരത്തെ മൗനത്തിനു ശേഷം അവർ എന്നോട് പെട്ടെന്ന് ചോദിച്ചു, മഴ ഇഷ്ടമാണോ, മേഘങ്ങളോ? അല്ലെങ്കിൽ എന്തൊരു വിഡ്ഢി ചോദ്യമാണ് ഞാൻ ചോദിക്കുന്നത്. മേഘങ്ങളില്ലാതെ മഴയുണ്ടാകുമോ? മഴയെക്കുറിച്ച് നിങ്ങൾ എഴുതിയ ലേഖനങ്ങൾ, കഥകൾ എല്ലാം ഞാൻ വായിച്ചിട്ടുണ്ട്. കാലവർഷം, ആ കഥയിലെ പെൺകുട്ടിയായി എത്ര തവണ ഞാൻ എന്നെ തന്നെ സങ്കല്പിച്ചിട്ടില്ല. ഭാഗ്യവതി. എനിക്ക് അസൂയ തോന്നുന്നു. പേടിക്കേണ്ട, ഞാൻ പുറപ്പെട്ടുകൊള്ളാം. മഴയൊന്നും പെയ്യില്ല. ഇനി പെയ്താൽ തന്നെ എനിക്കൊരു ബുദ്ധിമുട്ടുമുണ്ടാകില്ല. പൈതൽമല, ഞാൻ ഇതുവരെ അവിടെ പോയിട്ടില്ല. പക്ഷേ എല്ലാം എനിക്ക് സുപരിചിതമാണ്. ഞാൻ അങ്ങനെയാണ്. അച്ഛനെക്കുറിച്ച് പറഞ്ഞാണ് തുടങ്ങിയത്. മുഴുവൻ പറയുന്നതിന് മുൻപായി എങ്ങോട്ടൊക്കെയോ തെന്നിപ്പോയി. വീണ്ടും അച്ഛനിലേക്കു തന്നെ വരാം. വളരെ വലിയ വീടായിരുന്നു അച്ഛൻ്റേത്. ആ വീട്ടിൽ അച്ഛൻ കാലോചിതമായ ചില പരിഷ്കാരങ്ങളൊക്കെ വരുത്തി. വടക്കുഭാഗമൊഴികെ ബാക്കി 3 ഭാഗങ്ങളിലും വളരെ വിശാലമായ വരാന്തകളുണ്ടാക്കി. അച്ഛൻ കൂടുതൽ സമയവും ചെലവഴിച്ചത് ഈ വരാന്തകളിലായിരുന്നു. തനിക്കിഷ്ടപ്പെട്ട പുസ്തകങ്ങൾ, കൂട്ടുകാർ, ഉയർന്ന സ്ഥലത്തായിരുന്നു വീട്. തൊടി നിറയെ പഴയ പടുകൂറ്റൻ മരങ്ങളുണ്ടായിരുന്നു. അച്ഛൻ മരങ്ങളെ ഏറെ സ്നേഹിച്ചു. തൊടിയുടെ അറ്റത്തുനിന്നു നോക്കിയാൽ താഴെ പരന്നുകിടക്കുന്ന നെൽപ്പാടങ്ങൾ കാണാം.
എല്ലാം ഞങ്ങളുടേതു തന്നെ. കൃഷി നോക്കാനൊക്കെ ആളുകളുണ്ടായിരുന്നു. അച്ഛന് പണത്തിന് ഒരിക്കലും ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. അച്ഛൻ എല്ലാവരെയും സ്നേഹിച്ചു, സഹായിക്കുകയും ചെയ്തു. അച്ഛൻ്റെ ബന്ധങ്ങൾക്ക് വലുപ്പച്ചെറുപ്പമുണ്ടായിരുന്നില്ല. എൻ്റെ വിവാഹം വളരെ നേരത്തെ കഴിഞ്ഞു. കൃത്യമായി പറഞ്ഞാൽ എൻ്റെ ഡിഗ്രി പരീക്ഷയുടെ റിസൾട്ട് വരുന്നതിന് തൊട്ടു മുൻപ്. ലവ് മാരേജ് ഒന്നും ആയിരുന്നില്ല. വീട്ടുകാർ തമ്മിൽ പണ്ടെന്നോ ഉണ്ടായിരുന്ന ചില ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു. ഭർത്താവിനെ അന്ന് എയർപോർട്ടിൽ വച്ചു കണ്ടിട്ടുണ്ടല്ലോ. ഒന്നിലധികം ഡിഗ്രികളുള്ള ആളാണ്. എല്ലാം കൊമേഴ്സിലും മാനേജ്മെൻറ്റിലുമാണെന്ന് മാത്രം. വായനയുണ്ട്, പക്ഷേ അത് സാഹിത്യ ഗ്രന്ഥങ്ങളല്ല. എങ്കിലും ഞാൻ പുസ്തകങ്ങൾ വാങ്ങുന്നതിലും വായിക്കുന്നതിലുമൊക്കെ ഒരപ്രിയവും ഒരിക്കലും കാട്ടിയിട്ടില്ല. കൊല്ലത്തിൽ ഭൂരിഭാഗവും വിദേശങ്ങളിലായിരിക്കും. അവിടെയൊക്കെ സ്വന്തമായ ബിസിനസ് ഉണ്ട്. കല്യാണശേഷം ഒരിക്കൽ ഞാൻ പോയിട്ടുണ്ട്. പക്ഷേ എന്തോ പിന്നീട് പോകാൻ തോന്നിയിട്ടില്ല. 2 പേർ 2 ലോകം. കല്യാണം കഴിഞ്ഞ ആദ്യ നാളുകളിൽ ഞങ്ങൾ ഒരു കൊല്ലൂർ മൂകാംബിക യാത്ര ചെയ്തു. ഒറ്റയടിക്കുള്ള യാത്രയായിരുന്നില്ല. പലയിടത്തും നിർത്തി പല കാഴ്ചകളും കണ്ട് പലയിടത്തും അന്തിയുറങ്ങി. വളരെ രസകരമായ അനുഭവമായിരുന്നു. കേരളത്തിൻ്റെ വടക്കേ അറ്റത്ത് കന്നഡ നാട് തുടങ്ങുന്നതിന് തൊട്ടു മുൻപായി സാമാന്യം വലിയൊരു പട്ടണമുണ്ട്. പേര് ഇപ്പോൾ ഓർക്കുന്നില്ല. അവിടുത്തെ ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസിലാണ് ഒരു ദിവസം തങ്ങിയത്. ഗസ്റ്റ് ഹൗസ് ഒരു കുന്നിൻ്റെ മുകളിലായിരുന്നു. കുന്ന് ചുറ്റി മുകളിലേക്ക് പോകുന്ന റോഡ് അവസാനിക്കുന്നിടത്ത് ഗസ്റ്റ് ഹൗസ്. കുന്നിൻ മുകളിൽ ഗസ്റ്റ് ഹൗസ് അല്ലാതെ വേറെ കെട്ടിടങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഗസ്റ്റ് ഹൗസിൽ മുറികൾക്ക് പുറമെ കോട്ടേജുകളും ഉണ്ടായിരുന്നു. ഞങ്ങൾ ബുക്ക് ചെയ്തത് ഒരു കോട്ടേജ് ആയിരുന്നു. കോട്ടേജിന്റെ വരാന്തയിൽ നിന്ന് നോക്കിയാൽ താഴ്വരയിലെ നെൽപ്പാടങ്ങളും അത്രയൊന്നും അകലെയല്ലാതെയുള്ള കടലും കാണാമായിരുന്നു. സൂര്യൻ മറഞ്ഞിരുന്നില്ലെങ്കിലും ആകാശം പതുക്കെ ഇരുളാൻ തുടങ്ങി. പൊടുന്നനെ തണുപ്പും വന്നു. പെയ്യാൻ തുടങ്ങിയിട്ടില്ലെങ്കിലും ഏതു നിമിഷവും മഴ പെയ്യുമെന്ന് തോന്നി. ഞാൻ പതുക്കെ വെളിയിലേക്ക് നടന്നു. വളരെ വളരെ അകലെ നിന്ന് ആരോ എന്നെ വിളിക്കുന്നുണ്ടായിരുന്നു. ഞാൻ മുറ്റത്തിൻ്റെ അറ്റത്തുള്ള മതിൽക്കെട്ടിനരികിലായിരുന്നു. എനിക്കു ചുറ്റും താഴ്വരയിൽ നിന്ന് പൊങ്ങിവരുന്ന മഴമേഘങ്ങളായിരുന്നു. കറുത്തിരുണ്ട മഴമേഘങ്ങൾ. ഇളങ്കാറ്റിൽ അവ നൃത്തം വയ്ക്കാൻ തുടങ്ങി. ഒരു സ്വപ്നത്തിലെന്ന പോലെ മതിൽക്കെട്ടിലെ തൂണിൽ ഒരു കൈകൊണ്ട് മുറുകെ പിടിച്ച് മറ്റേ കൈ ആകാശത്തിലേക്കുയർത്തി എൻ്റെ അരികിലൂടെ കടന്നുപോകുന്ന മഴമേഘക്കെട്ടിനെ എത്തിപ്പിടിക്കാൻ ശ്രമിച്ചപ്പോൾ പിന്നെ ഉണ്ടായതൊന്നും എനിക്കറിയില്ല. ഞാൻ ഇപ്പോഴുള്ളത് ഞങ്ങളുടെ കോട്ടേജിലെ മുറിയിലാണ്. എനിക്കു ചുറ്റും 3-4 ആളുകളുണ്ട്. എൻ്റെ ഭർത്താവ്, ഡോക്ടർ, പിന്നെ ഭർത്താവ് ചോദിച്ചുകൊണ്ടിരുന്നു, പറ, നീ എന്തു കണ്ടാണ് ഭയപ്പെട്ടത്? എന്തെങ്കിലും ദുസ്വപ്നം ഇതുപോലെ മുൻപെപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഡോക്ടർ പറഞ്ഞു, വേണ്ട, ഒന്നും ചോദിക്കേണ്ട. ഒരു ഹലൂസിനേഷൻ ആയിരുന്നു എന്ന് കരുതിയാൽ മതി. പിന്നെ ഇപ്പോഴവർക്കൊന്നുമില്ല, തീർത്തും നോർമലാണ്. ഇനി അവർ വിശ്രമിക്കട്ടെ. ഡോക്ടർ പോയതിനു ശേഷവും ഭർത്താവ് ചോദിച്ചുകൊണ്ടിരുന്നു. ഞാൻ ഒന്നും പറയാതെ കണ്ണടച്ചു കിടക്കുക മാത്രം ചെയ്തു. ആലോചിക്കുകയായിരുന്നു, എന്തു പറഞ്ഞാലാണ് മനസ്സിലാവുക? ഞാൻ രാമഗിരിയിലെ വിരഹാർത്തനായ യക്ഷനെ കണ്ടുവെന്നോ? മേഘസന്ദേശം എഴുതിയ കവിയുമായി? ഇല്ല, ഞാൻ ഒന്നും പറഞ്ഞില്ല. അവർ പിന്നീട് ഏറെ നേരം ഒന്നും പറയാതെയിരുന്നു. മൗനത്തിൻ്റെ അഗാധ ഗർത്തങ്ങളിലായിരുന്നു അവർ. ഒടുവിൽ അവർ പൊടുന്നനെ തീർത്തും അപ്രതീക്ഷിതമായ ഒരു ചോദ്യം എന്നോട് ചോദിച്ചു. എന്നെക്കുറിച്ചൊരു കഥ എഴുതിക്കൂടെ? വലിയ കഥകളൊക്കെ എഴുതുന്ന ആളല്ലേ? ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എഴുതി കഴിഞ്ഞുവല്ലോ. പക്ഷേ തലക്കെട്ടിനെ കുറിച്ച് ഒരു പ്രശ്നമുണ്ട്. ഞാൻ ഉദ്ദേശിക്കുന്നത് മഴമേഘങ്ങളെ എത്തിപ്പിടിക്കാൻ ശ്രമിച്ച ഒരു പെൺകുട്ടി എന്നാണ്. ഭർതൃമതിയും മുതിർന്ന ഒരു കുട്ടിയുടെ അമ്മയുമായ ഒരു സ്ത്രീയെ. അവർ പൊടുന്നനെ പറഞ്ഞു, ഇല്ല, കുട്ടി തന്നെയാണ്. എത്രയോ കൊല്ലം കഴിഞ്ഞാലും എത്ര കുട്ടികളുടെ അമ്മയായാലും. പിന്നീട് ഞങ്ങൾ ഒന്നും പറഞ്ഞില്ല. അവർ യാത്ര തുടരാനായി ഇറങ്ങി. ഞാൻ നാളെ രാവിലെ ഫോൺ ചെയ്യും. എന്നെക്കുറിച്ചോർത്ത് വിഷമിക്കേണ്ട. മഴയും മിന്നലുമൊന്നും എന്നെ ഒന്നും ചെയ്യില്ല. ഞാനൊരു പാവമല്ലേ. അവർ പോയതിനു ശേഷം ഞാനും രാമചന്ദ്രനും വീട്ടിൽ തനിച്ചായി. കുറെ കഴിഞ്ഞപ്പോൾ രാമചന്ദ്രന്റെ സാന്നിധ്യവും എന്നെ സംബന്ധിച്ചിടത്തോളം പതുക്കെ ഇല്ലാതായി.
ഒരു കാലത്ത് എന്നെ ഏറെ സ്പർശിച്ച ഒരു സിനിമാഗാനത്തിൻ്റെ ഓർമ്മയിൽ ഞാൻ പിന്നെയും പിന്നെയും ആരോ കിനാവിൻ്റെ പടി കടന്നെത്തുന്ന പദനിസ്വനം. വീണ്ടും കാണാം പ്രതീക്ഷയോടെ. നന്ദി.